ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. ഏത് സ്കൂളാണ് നമ്മള്? സർവജന, വയനാട്. വയനാട് അല്ലേ? എത്ര വർഷമായി കലോത്സവത്തൊക്കെ പങ്കെടുക്കുന്നു? 8th പങ്കെടുത്തി, പിന്നെ കോവിഡ് ആയതുകൊണ്ട് ബ്രേക്കായി. ഇപ്പോ പ്ലസ് ടു ആയപ്പോ. കഴിഞ്ഞ കോഴിക്കോടൊന്നും പങ്കെടുത്തില്ല? ഇല്ല, തിരുവാതിര ആയിരുന്നു. അപ്പോൾ അവന് കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നേ, അതുകൊണ്ട് ഇതായി. അല്ല, ഈ ഗ്രൂപ്പ് ഡാൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചിലവേറിയ ഐറ്റം എന്നാണ് പറയുന്നത്. നമുക്ക് ഡ്രസ്സിനൊക്കെ ഭയങ്കര വിലയാണ് അല്ലേ? ഗ്രൂപ്പ് ഡാൻസിനാണ് കലോത്സവത്തിൽ ഏറ്റവും ചിലവേറിയ ഐറ്റമായി നമ്മളൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത്. ഈ കോസ്റ്റ്യൂമൊക്കെ നല്ല വില വരുന്നുണ്ട്. എങ്ങനെയാണ്? അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. തൃശ്ശൂരുള്ള പ്രമോദ് ഇതൊക്കെ ഡിസൈൻ ചെയ്ത് നമുക്ക് തരുന്നതല്ലേ? ഈ പറഞ്ഞതുപോലെ മാഷാരാണ് നമ്മുടെ അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന്റെ കീഴിലാണ് നിങ്ങൾ എല്ലാവരും പഠിക്കുന്നത് അല്ലേ? സ്കൂളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടല്ലേ? നല്ല സപ്പോർട്ട്. നമ്മള് ഫസ്റ്റ് ഇയർ തുടങ്ങിയപ്പോ തന്നെ ഗ്രൂപ്പ് ഡാൻസിന് വേണ്ടിയിട്ടായിരുന്നു മുൻകൂർ ചെയ്തേ അല്ലേ? എത്ര ദിവസത്തെ പ്രാക്ടീസ് ഒക്കെയാണ് തരുന്നത്? 1 year അപ്പൊ തൊട്ട് തുടങ്ങിയതാണ് പ്രാക്ടീസിന്റെ എല്ലാം. സബ് പോകണം, ജില്ല പോകണം അല്ലേ? അങ്ങനെ വേണം. അപ്പം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തല്ലേ? അതിനുള്ള സമയം ടീച്ചർമാർ വരും. ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചർ ആരാണ്? അവിടെ പോകുമ്പോൾ ടീച്ചർ അടിച്ചു എന്ന് പറഞ്ഞല്ലോ, ടീച്ചറിന്റെ പേരുണ്ട്. എനിക്ക് ഉത്തരവാദിത്തമില്ല. 2 മിസ്സുമാർ ഒരേപോലെ അങ്ങനെ പറയണം, അതുകൊണ്ടാ പറഞ്ഞ അല്ലേ? രണ്ടുപേരും പ്രിൻസിപ്പൽ എങ്ങനെയാണ്? പ്രിൻസിപ്പലിനെക്കാട്ട് സപ്പോർട്ട് മിസ്സുമാരാണ്. പ്രിൻസിപ്പൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൾ ഉണ്ട് കേട്ടോ. പ്രിൻസിപ്പൾ ഉണ്ട് അല്ലെ? പ്രിൻസിപ്പൾ എന്ന് വെച്ചാൽ എപ്പോഴും പഠിക്കണം എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. കലയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകണം. നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തത് മിസ്സുമാരാണ്, എല്ലാ കാര്യത്തിനും വരാനും പോവാനെല്ലാം അല്ലേ? നിങ്ങൾ എത്ര കുട്ടികൾ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്കൂളിൽ നിന്ന്? നമ്മളെ ഗ്രൂപ്പ് ഡാൻസ് 7 പേര്. പിന്നെ വേറെ ഐറ്റം നിങ്ങളുടെ സ്കൂളിൽ ഇന്നല്ല വരുന്നല്ലേ? അപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഉത്സവം പോലെയാണ് അവിടെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ? ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട്? കൊല്ലം വന്നിട്ട് എങ്ങനെയുണ്ട്? കൊല്ലം ആദ്യമായിട്ടാ വരുന്നേ. അടിപൊളി, ഭയങ്കര ഇഷ്ടമായി. പക്ഷെ നമ്മുടെ അവിടെ ചൂടില്ലല്ലോ, ഇവിടെ ചൂടായതുകൊണ്ട്. വയനാട് നല്ല തണുപ്പല്ലേ? ഞങ്ങൾക്ക് അങ്ങോട്ട് വരാനാണ് ഇഷ്ടം. നിങ്ങൾ കൂടെ വന്നപ്പോ ചൂടല്ലേ? ഭയങ്കര ചൂടാണ്. കലോത്സവം വന്നപ്പോ നല്ല ചൂടാണ് പകലൊക്കെ അല്ലേ? ഇപ്പോഴും നല്ല ചൂടാണല്ലേ? ഇവിടെ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഐറ്റം ഉണ്ട് കേട്ടോ. മട്ടൺ ഫുഡൊക്കെ കിട്ടുന്ന, അതൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി. ഇവിടുന്ന് ഞാൻ മേടിച്ചു തരില്ല കേട്ടോ. എല്ലാം കഴിച്ചിട്ടാ പോകുള്ളൂ. പിന്നെ കാഴ്ചകൾ ഒത്തിരിയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ. കൊല്ലം ബീച്ചിന് പ്രത്യേകത ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും കൊല്ലം നല്ല സ്ഥലമാണ്. കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നാണ് പഴഞ്ചൊല്ലുള്ളത്. കേട്ടിട്ടില്ലേ? അപ്പം കൊല്ലം കണ്ട ഇല്ലം വേണ്ട എന്ന് വെച്ചാൽ കൊല്ലത്തിലെ ആളുകൾ നമ്മൾ സ്നേഹിച്ചാൽ മനസ്സ് നിറച്ച് സ്നേഹിക്കുന്ന കൊല്ലംകാരാണ്. ആ കൊല്ലത്ത് നമ്മൾ കലോത്സവം നടക്കുമ്പോൾ നമുക്കുള്ള അഭിമാനമാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർക്കുള്ളത്. ഞാൻ കൊല്ലമല്ല, ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്. പക്ഷെ കൊല്ലത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്നേഹം അത്രയുമാണ്. അപ്പോൾ നമുക്ക് ഡാൻസിലേക്ക് പോയാലോ? നമുക്ക് ഡാൻസിലേക്ക് പോകാം. അതോടൊപ്പം ഞാൻ വീണ്ടും പറയുന്നു, റോഡിൽ ആരും നിൽക്കില്ല, വണ്ടി ബ്ലോക്ക് ആക്കില്ല. ഡാൻസിലേക്ക് പോകാൻ മൈക്ക് ഓക്കെ അല്ലേ? പാട്ട് പ്ലേ ചെയ്തോ? പാട്ട് പ്ലേ ചെയ്യാൻ പറയുമ്പോൾ പ്ലേ ചെയ്യുള്ളൂ. റോട്ടിൽ നിൽക്കല്ലോ പ്ലീസ്, ഒന്ന് റോട്ടിൽ നിന്ന് മാറി നിൽക്കണം. ഷമീർ അതൊന്ന് നോക്കണേ. റോട്ടിൽ നിൽക്കരുത്, റോട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം പ്ലീസ്. മോളെ അങ്ങോട്ട് ഒത്തിരി പോകണ്ട, നമുക്ക് ഇങ്ങോട്ട് നിന്ന് കളിക്കാം. ഇങ്ങോട്ടാണ് ഫേസ് കൊടുക്കണ്ടേ? ക്യാമറ ഒക്കെ ഇവിടെയാണ്, ഇങ്ങോട്ടാണ് ഫേസ് കൊടുക്കണ്ടേ കേട്ടോ.
ഡാൻസർ ആയിട്ടുണ്ട്. സൂപ്പർ. ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കുക. അത് ഇവിടെ മൊത്തം അവർക്ക് കളിക്കാൻ കണ്ടില്ല. സ്റ്റേജിൽ കളിച്ച് വന്നതിന് കുറേ സ്റ്റേജിൽ കളിച്ച് വന്നിട്ട് ക്ഷീണം ഒക്കെ ഉണ്ടെന്ന് അറിയാം. എങ്കിലും നന്നായിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് സ്റ്റെപ്പ് വെച്ചെങ്കിലും നന്നായിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഒത്തിരി മത്സരങ്ങൾ പങ്കെടുക്കുകയും നല്ല നർത്തകിമാരായി. അതാണ് നിങ്ങളുടെ ആഗ്രഹം. എന്താണ്? ഡാൻസേഴ്സ് ആവാൻ തന്നെയാണ്. അതെ അതെ അതെ. അല്ല വന്നാൽ അഭിനയിക്കാനും തയ്യാറാണ്? ഇല്ല, മോഡലിംഗ് ചെയ്യുന്നുണ്ട്. മോഡലിംഗ് ചെയ്യുന്നുണ്ടല്ലേ? ഓ മോഡലിംഗ് ചെയ്യുന്നു. അപ്പം അഭിനയം എല്ലാ കഴിവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഇനിയും കലോത്സവം സ്കൂൾ കഴിഞ്ഞാൽ കോളേജ് തലത്തിലും യൂണിവേഴ്സിറ്റി തലത്തിലും നിങ്ങൾ മത്സരത്തിൽ വിൻ ചെയ്ത് അപ്പോൾ ചേട്ടനെ വീണ്ടും കാണാം. ചേട്ടൻ കാണാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ. ഒത്തിരി സന്തോഷം കേട്ടോ.